ഹായ് ബ്രോസ്, എല്ലാവർക്കും റിനോ ടി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതപ്പം യൂട്യൂബിൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അത്യാവശ്യമായിട്ട് അറിയിക്കേണ്ടതാണ്. ഫേസ്ബുക്കിൽ കാണുന്ന നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ സബോള എടുക്കുക. സബോള എല്ലാം കഴുകി എല്ലാം സെറ്റാക്കി സബോള എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ ആ ഞെപ്പെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ കളഞ്ഞ് നീറ്റായിട്ട് വെക്കണം കേട്ടോ. അത് അഴുക്കാണ്, അതാണ് നമുക്ക് വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബോളയെ. സബോള ഇങ്ങനെ അതെല്ലാം കളഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ല സബോള അരിയാന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അരിയണം. സൂപ്പറായി ഇങ്ങനെ അരിഞ്ഞ് നല്ല കിണ്ണനായിട്ട് അരിയണം. കണ്ടില്ലേ? ഇത്ര സബോളയുടെ ആവശ്യമില്ല, കാരണം 3 സബോളയുടെ ആവശ്യമുള്ളൂ. ഞാൻ 4 എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സബോള, അതുകൊണ്ട് സബോള ഇത്രയും എടുക്കും. നല്ല കോട്ട സ്റ്റൈൽ നമ്മുടെ ഇറച്ചിക്കറി വെക്കാൻ വേണ്ടി ഇവനെ ഇങ്ങനെ അങ്ങോട്ട് അരിയണം. ഇപ്പോൾ സബോള തീരാറായി. അപ്പം ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു ബൗളിനകത്തോട്ട് ഇവനെ എടുത്ത് മാറ്റണം. നമുക്ക് ഇടയില്ലല്ലോ. ഒരു ബൗളിലോട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചമുളക് ശകലം ഒരു കൈപ്പിടിയാണ് എടുത്തേക്കുന്നത്. അത് നടുവേ അങ്ങോട്ട് കീറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അത് നടുവേ കീറിയിടണം. എനിക്ക് മുളക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളി ഇടിക്കുക കേട്ടോ. മിക്സി ഇട്ടടിക്കുന്നതൊക്കെ എനിക്കിഷ്ടം, ഇങ്ങനെ ഇടിക്കുന്നതാണ്. അങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോഴത്തേന് നമുക്ക് ഇടിക്കാനൊക്കെ ഉള്ളൂ ഇതുണ്ടാവും. നല്ല നമുക്ക് എളുപ്പത്തിൽ പരിപാടി തീർക്കാം. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതിനെ കൂട്ടാതെ നമുക്ക് ഇഞ്ചി ഇട്ടേക്കാം. അല്ല, അവന് പിണക്കം തോന്നുന്നില്ലേ? അപ്പോൾ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. കണ്ടോ? അതിനിപ്പം മറ്റേ ഇടിക്കുന്നതിനകത്തോട്ട് ഇടാം. ഇവനെ അങ്ങോട്ട് മാറിയിട്ട് ഇനി മനസ്സിൽ ആരെയൊക്കെയാണ് പോകുന്നത് അവരെ ഓർക്കുക. ഇടിക്കണം, ശരിക്കും ഇടിച്ചേക്കണം, ഒന്നും നോക്കണ്ട. ശരിക്കും അങ്ങോട്ട് ഇടിച്ചോ. കണ്ണടിച്ചെടുക്കണേ കണ്ടോ? തലക്കെട്ടൊക്കെ കെട്ടി നീ കറക്റ്റ് കോട്ടയക്കാൻ തന്നെയാണ് അത്. ആരെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ ഇടിച്ചോണം, ഒന്നും നോക്കണ്ട. പിന്നെ നമ്മൾ ചെറുക്കനെ അങ്ങോട്ട് എടുക്കുക. അവിടെ ഇറച്ചി അവിടെ കാല് കണ്ടോ? കാലങ്ങോട്ട് വേറെ ആയതുതരാം, ഒന്നും നോക്കണ്ട. ഇനി അങ്ങോട്ട് പീസാക്കണം. എനിക്ക് നല്ല പീസ് വേണം കടിക്കുമ്പോഴേ. അപ്പോൾ ആ രീതി നമ്മൾ പീസ് വെക്കുക. അങ്ങനെ അങ്ങ് വെട്ടി എടുക്കുക. സൂപ്പറായിട്ട് ഇങ്ങനെ വെട്ടി അങ്ങോട്ട് മാറ്റിക്കണം, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി എടുക്കുക. നല്ല മാംസം നോക്കി നല്ല അലുവ കഷ്ണം പോലെ ഇവനെ അങ്ങോട്ട് വെട്ടണം. അതിൻ്റെ ചെറുങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് വെട്ടി മാറ്റുക. എനിക്ക് കടിക്കാൻ നല്ല ഇത് വേണേ, അതുകൊണ്ട് അത്രയും വെട്ടി തന്നെ. അപ്പം അലുവ കഷ്ണം പോലെ ഈ ഇറച്ചി കണ്ടോ? അങ്ങനെ അങ്ങ് വെട്ടി അങ്ങോട്ട് മാറ്റണം. വെന്ത് കഴിയുമ്പോൾ എന്നാ ടേസ്റ്റ് ആയിരിക്കും അറിയോ? കേട്ടോ? ഇങ്ങനെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് മാറ്റുക. പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് നല്ല രസമുണ്ടല്ലോ. ആ ഒരു ബൗളിനകത്തിട്ട് എടുത്തിട്ട് നല്ലതായിട്ടും കഴുകണം. ഇതിൻ്റെ ചോരമയം പോകുന്നോളം വരെ കഴുകണം കേട്ടോ. ശരിക്കും കഴുകിക്കണം, ഒന്നും നോക്കണ്ട, ഒരു മടിയും നോക്കണ്ട. ശരിക്കും കഴുകിക്കും. 4-5 തവണ കഴുകിയാൽ നല്ലതായിരിക്കും. ഞാൻ ശരിക്കും കഴുകും കേട്ടോ, കാരണം ചോരമയം ഒന്നും പാടില്ല. എന്നാൽ നമുക്ക് കഴിക്കുമ്പോഴത്തേന് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല. നല്ല സൂപ്പറായിരിക്കും. നമ്മൾ ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഐറ്റങ്ങൾ കണ്ടോ? എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇനി നമ്മൾ അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എല്ലാം സെറ്റാക്കി കഴിയുമ്പോഴത്തേന് കടുകൊക്കെ ഇട്ട് സെറ്റായി. ഇനി സവോള ഇടുക. ഉണ്ടോ? സവോള അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് സെറ്റാ. സവോള ഇട്ട് അതിൻ്റെ കൂട്ടും കാര്യങ്ങളെല്ലാം ഒന്നിച്ചങ്ങ് ഇട്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്നിച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ വിളിച്ചു. അവൻ എവിടുന്നാണ് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ എന്നെ വിളിച്ചു, നമ്മുടെ കൂട്ടുകാരനാണ്. എന്നെ ആ സമയത്ത് എവിടുന്നാന്ന് അറിയത്തില്ല. എൻ്റെ ദൈവമേ, അവൻ മണത്തെറിഞ്ഞ് വിളിച്ചാണെന്ന് എനിക്കറിയത്തില്ല. അവനുമായിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചു. അവനോട് ഇങ്ങനെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മറന്നുപോയി. അങ്ങനെ അങ്ങ് സംസാരിച്ചങ്ങ് പോയി. പിന്നെ അങ്ങനെ നിങ്ങളെ കാണിക്കുന്ന പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനിട്ട് കഴിയുമ്പോൾ അത് വേറൊരു ഇതാകത്തില്ലേ. അതുകൊണ്ടാണ് പിന്നെ കട്ട് ചെയ്യാഞ്ഞത്. പിന്നെ അവനോട്ട് കുറേ കത്തി അടിച്ചു. അവൻ ഓഫായിരുന്നേ, വേറെ ഓഫല്ല, ഓഫീസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു ഓഫാണ്. പിന്നെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ തക്കാളി കഴുകിയെടുക്കുക, അതിൻ്റെ കൂടെ അരിഞ്ഞിടുക. ഞാൻ സത്യം പറയാൻ മറന്നു പോയായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, അതുകൊണ്ടാണ് തക്കാളി ഇട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തക്കാളി ഇട്ടു, മറന്നു പോയായിരുന്നു. തക്കാളി ഇട്ടു.
അതിനങ്ങോട്ട് മിക്സ് ആക്കുക. ഉപ്പ് ഇട്ടു. ഇനിയാണ് ഇപ്പം മഞ്ഞൾ പൊടി, 2 സ്പൂൺ മുളക് പൊടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക്, നല്ല ഇറച്ചിക്കറിക്ക് മുളക് വേണമല്ലോ. മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ സാധനം ചിക്കൻ മസാല, അതൊരു 3 സ്പൂൺ. അത് നിർബന്ധമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുരുമുളക് പൊടി ഇപ്പോൾ ഇടില്ല കേട്ടോ, ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോകും, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഒരു കാര്യം, ഇങ്ങനൊന്നും അല്ല ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞേക്കില്ല, അത് മാത്രം പറയില്ല, കാരണം നമ്മുടെ രീതിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേറെ വീഡിയോ ഉണ്ട്, വേറെ എന്ത് വേണം പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനല്ല, ഇങ്ങനെയൊന്നും പറയുന്നു. പിന്നെ നമ്മുടെ ചെറുക്കനെ അങ്ങോട്ടിട്ട് വാരി അങ്ങോട്ടിട്ട്, കണ്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെള്ളം നിങ്ങൾ വെക്കുകയും ചെയ്തേക്കില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ചിക്കൻ കറി വെക്കുമ്പോൾ. ചിക്കനല്ല എന്നാ വെച്ചെന്ന് പറഞ്ഞാൽ സത്യം പറയാൻ വെള്ളത്തിൻ്റെ ആവശ്യം, അത്രയും ചാറ് വേണമെങ്കിൽ മാത്രം വെള്ളം വെക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക, ശരിക്കും മിക്സ് ചെയ്തോണം. ആ അരപ്പെല്ലാം ഇവനെ പിടിക്കുന്നത് മിക്സ് ചെയ്തോണം, കണ്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ആ ഇതൊക്കെ ഇതൊരു മണമില്ല, അത് പോയി കഴിഞ്ഞ് വേണം ചിക്കൻ ഇടാൻ, അത് ഓർത്തോണം. അല്ല അതിൻ്റെ കൂടെ നീ എന്നാ പരിപാടി കാണിച്ചെന്ന് ഓർത്തേക്കല്ലേ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഓടിച്ചിട്ട് കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ കാണിക്കാം, കണ്ടോ. ഇങ്ങനെ ഇരിക്കും, എല്ലാ ഐറ്റവും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയുണ്ട്? വായിൽ വെള്ളം ഊറുന്നുണ്ടോ? അതാണ് നമ്മുടെ ചെറുക്കൻ. ഇനിയും തുറന്ന് നമുക്കിനിയും നമ്മുടെ ഐറ്റം ഇടാം. കുരുമുളക് പൊടി, കണ്ടോ. ലാസ്റ്റ് നമ്മൾ വെന്ത് കഴിയുമ്പോൾ കുരുമുളക് പൊടി ഇടാൻ. എന്നിട്ട് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം റെഡി ആയിട്ടുണ്ട്, കണ്ടോ സാധനം. എങ്ങനെയുണ്ട്? ഇപ്പോൾ കാണുമ്പം തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം തോന്നും. ഇനി നമുക്ക് ഇവനെ എടുത്ത് മാറ്റാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാതെ. ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഇഷ്ടമുണ്ടല്ലോ ഈ ചട്ടിക്കകത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കണം. ടേസ്റ്റ് ഇല്ലേ, നമ്മൾ കോട്ടയക്കാരെന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ. മോനെ ഒന്നും പറയാനില്ല, സൂപ്പർ. ഇടിവിട്ട് സാധനം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഫേസ്ബുക്ക് കാണുന്നവർ ഫോളോ ചെയ്യണം. ടാറ്റാ, അടുത്ത വീഡിയോ കാണാം. ബൈ.